യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതി. പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. എംഎൽഎമാരായ ഷാഫി പറമ്പിൽ, എം വിൻസെന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരും പ്രതികളാണ്. പിടിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ AR ക്യാമ്പിൽ നിന്ന് ചാടിപ്പോയതിനടക്കം പോലീസ് ഇന്ന് 5 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഷഫീദ് റാവുത്തർ ചേർന്നു. ഷഫീദ് റാവുത്തർ, സെക്രട്ടറിയുടെ തെരുവേദികളെ പ്രക്ഷുബ്ധമാക്കിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഈ പ്രതിഷേധത്തിലേക്ക് നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ അടക്കം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? സുഹൈല, രാഷ്ട്രീയമായി വലിയ തരത്തിലുള്ള സന്ദേശം സർക്കാർ നൽകുന്ന ഒരു നടപടിയെ നമുക്കിതിനെ കാണാൻ കഴിയും. കാരണം നവകേരള സദസ്സ് നടക്കുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ നവകേരള സദസ്സ് വേദിയിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന് കാര്യമായി തന്നെ മറുപടി പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അടക്കം പ്രതി ചേർത്ത് കേസെടുത്തിട്ടുള്ളത്. മുഖ്യമന്ത്രി ആ വേദിയിൽ പറഞ്ഞത് കലാപാഹ്വാനത്തിനും അക്രമാഹ്വാനത്തിനുമാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് സമരവുമായി ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്തത് എന്നുള്ള ഒരു രാഷ്ട്രീയ മറുപടി മുഖ്യമന്ത്രി നൽകി. എന്നാൽ അതിന് പിന്നാലെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികളായിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും MLA-യുമായിട്ടുള്ള ഷാഫി പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഏതാണ്ട് 30ഓളം പേരെ പ്രതി ചേർത്താണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അതായത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് നടത്തിയ ഈ പ്രതിഷേധം അത് അക്രമ സംഭവങ്ങളിൽ കലാശിച്ചു. പ്രസ് ക്ലബിൽ നിന്ന് പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് പ്രവർത്തകരും നേതാക്കളും സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തി. ആലോചിച്ചുറപ്പിച്ച മുദ്രാവാക്യം വിളിച്ചു. പോലീസ് പിരിഞ്ഞു പോകണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടും പിരിഞ്ഞു പോയില്ല. അങ്ങനെയുള്ള നിർദ്ദേശം പോലീസ് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ന്യായവിരുദ്ധമായ ജനക്കൂട്ടമാണ്, ഇതിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്നുള്ള പോലീസിന്റെ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും പാലിക്കാതെ അക്രമ സംഭവങ്ങൾ നടത്തി. പോലീസിനെ അടക്കം കയ്യേറ്റം ചെയ്തു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഈ FIR-ൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് പൊതുമുതൽ നശിപ്പിച്ചുൾപ്പെടെയുള്ള ജാമ്യമില്ലാ കുറ്റമാണ്. കണ്ടാലറിയാവുന്ന 300-ലധികം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഈ പിടിയിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ AR ക്യാമ്പിൽ നിന്ന് ചാടിപ്പോയ സംഭവം നമ്മൾ കണ്ടതാണ്. അതുൾപ്പെടെ 5 കേസുകളാണ് മ്യൂസിയം, കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ളത്. ഇന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഏകാധിപത്യ സ്വഭാവത്തിൽ നിന്നും പോലീസിനെ ഇങ്ങനെ കൈയടിച്ചു വിട്ടിരിക്കുന്ന നടപടിയിൽ നിന്നും മുഖ്യമന്ത്രി പിന്മാറണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ആരോപണം ഉയർത്തിയ മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയുടെ മറുപടിയും അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയുള്ള പോലീസിന്റെ കേസും. സുഹൈൽ, ഷഫീദ, കല്യാശ്ശേരി തൊട്ട് കൊല്ലം വരെ ഇങ്ങനെ പോലീസിന്റെ അടിച്ചമർത്തലിലൊക്കെ പ്രക്ഷുബ്ധമായി ഇന്ന് തെരുവുതികളെ പ്രക്ഷുബ്ധമാക്കി യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. അപ്പോൾ തന്നെ സർക്കാരിനെതിരെ ക്ലിയർ ആയ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അവരെടുക്കുന്നു. അടിച്ചാൽ തിരിച്ചടിക്കും. ഇപ്പോൾ ആ ഒരു വാക്കിന്റെ യുദ്ധത്തിൽ നിന്ന് അവർ ശരിയായ രീതിയിൽ നിയമ നടപടിയിലേക്ക്, നിയമയുദ്ധത്തിലേക്ക് കൂടി കടക്കുന്നെന്ന് വേണ്ട മനസ്സിലാക്കാൻ. കാരണം പ്രതിപക്ഷ നേതാവിനെ പ്രതിയാക്കുമ്പോൾ സ്വാഭാവികമായി വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ, രാഷ്ട്രീയ ചോദ്യങ്ങൾ എല്ലാം ഉയരും. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി ഇതിനെ എങ്ങനെ വിലയിരുത്താം? പ്രത്യേകിച്ച് സമീപഭാവിയിൽ പ്രതിപക്ഷ നേതാവിനെ പ്രതിയാക്കി ഒരു കേസെടുത്തു എന്നീ പ്രതിഷേധത്തെ കാണുമ്പോൾ. സുഹൈൽ, രാഷ്ട്രീയമായി വലിയ മാനങ്ങൾ ഇതിലുണ്ട്. കാരണം 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾ ഇപ്പോൾ സജീവമായി നിലനിൽക്കുന്നു. സർക്കാരിനെതിരെ പ്രതിപക്ഷം കാര്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതിൽ ഒന്നാമത്തെ കാര്യം നവകേരള സദസ്സ് നടത്തുന്നത് ദൂർത്താണ്. അങ്ങനെ ഒരു പരിപാടി നടത്തി കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ചെലവിൽ ഒരു പൊളിറ്റിക്കൽ സമ്മേളനങ്ങൾ, രാഷ്ട്രീയ സമ്മേളനങ്ങൾ സർക്കാർ നടത്തുന്നു, CPM നടത്തുന്നു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലുണ്ട്. രണ്ടാമത്തെ കാര്യം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങി ആലപ്പുഴ വരെ ഇപ്പോൾ കൊല്ലത്തും അതേപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ആറ്റിങ്ങലിലടക്കം നമ്മൾ കണ്ട അക്രമ സംഭവങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് മുൻപിൽ മുഖ്യമന്ത്രി കണ്ണടയ്ക്കുന്നു. ഗൺമാൻ അനിൽ കല്ലൂർ അടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചടക്കമുള്ള ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോഴും മുഖ്യമന്ത്രി ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണെന്നുള്ളതാണ്. ഈ 2 ആരോപണങ്ങളാണ് പ്രതിപക്ഷം പ്രധാനമായിട്ടും ഉയർത്തുന്നത്. ഈ ആരോപണങ്ങളുടെ അടപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു സമീപനമായിരുന്നു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് കൊണ്ട് ലക്ഷ്യം വെച്ച കാര്യം. പോലീസ് സംയമനം പാലിച്ചതുകൊണ്ട് കൂടുതൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായില്ല. പക്ഷേ കരുത്ത് കാട്ടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു രാഷ്ട്രീയ വാസ്തവമാണ്. പക്ഷെ അപ്പോൾ പോലും പോലീസ് സംയമനം പാലിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നിന്ന് ചോരയടക്കമുള്ള കാര്യങ്ങൾ വന്നു. പൊതുമുതൽ നശിപ്പിച്ചു. പോലീസിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തി. സെക്രട്ടേറിയറ്റ് ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ പലവിധത്തിലുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ ഈ 5 FIR-ഉം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം ഗൗരവമുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള സ്വഭാവമുണ്ട് ഈ FIR-കൾക്ക്, ഈ കേസുകൾക്ക് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഇതിൽ കൂടി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ
സന്ദേശം എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന അക്രമ സംഭവങ്ങളെ നിയമപരമായി കൊണ്ടുകൂടി അല്ലെങ്കിൽ നിയമപരമായിട്ട് കൂടി നേരിടാൻ സർക്കാരിന് കഴിയും, അങ്ങനെ ചില സ്റ്റാൻഡുകൾ കൂടി സർക്കാർ എടുക്കുന്നു എന്നുള്ള സൂചന കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് സുഹൈൽ. ഒരു അറസ്റ്റിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ ഷഫീദ് റാവത്ത്, പ്രത്യേകിച്ച് കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ? നിലവിലിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കോടതി നടപടി അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ വകുപ്പുകൾ അത് പോലീസിന് കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന വകുപ്പുകളാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തന്നെ ഒരു പ്രതിഷേധ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കുമ്പോൾ അത് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ വലുതാണ്. കാരണം എല്ലാ ജനാധിപത്യ പ്രതിഷേധങ്ങളെയും, കരിങ്കുടി അടക്കമുള്ള ജനാധിപത്യ പ്രതിഷേധങ്ങളെ തങ്ങൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ തങ്ങൾ അതിനെ അതുമായി സഹകരിക്കുന്നു, അതിനെ തള്ളിപ്പറയുന്നില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പല ആവർത്തി നവകേരള സദസ്സിന്റെ വേദിയിൽ പറഞ്ഞതാണ്. അപ്പോഴൊക്കെ പ്രതിപക്ഷം തിരിച്ചടിച്ചത് മുഖ്യമന്ത്രിയുടെ പറച്ചിൽ മാത്രമാണ്. അതേസമയം പ്രതിഷേധിച്ചാൽ മുഖ്യമന്ത്രി തനി രൂപം പുറത്തു കാണിക്കുമെന്നുള്ള ആക്ഷേപം പ്രതിപക്ഷം കുറ്റപ്പെടുത്തലായി ഉയർത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ജനാധിപത്യ രീതിയിൽ നിന്ന് കോൺഗ്രസ് വാദിക്കുന്ന ഒരു പ്രതിഷേധ സംഭവത്തിനെതിരെ പ്രതിപക്ഷ നേതാവിനെയും അതേപോലെ നേതാക്കളെയും പ്രതിയെടുത്തുകൊണ്ട് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. സുഹൈൽ, ശരി, സർക്കാർ പ്രതിപക്ഷ പോരോ മറ്റൊരു ഫേസിലേക്ക് കടക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം പ്രതിയാക്കുന്നു. പൊതുമുതൽ നശിപ്പിച്ചതുൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പ്രതിപക്ഷ നേതാവിന് പുറമെ MLA-മാരായ ഷാഫി പറമ്പിൽ, M. വിൻസെന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരെ ഉൾപ്പെടെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്.